ഒരു സൺഡേ ഈവനിങ് വരെയും വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസ് പോയി പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന തോന്നൽ ചെന്നെത്തിച്ചത് ഫിജറയിലെ അൽ ഹമൂർ റെസ്റ്റോറന്റിലേക്കായിരുന്നു. കുറെ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇവിടെ വരുന്നത് ആദ്യമായിട്ടാണ്. ഹോട്ടലിന്റെ ഉള്ളിലും നല്ല സീറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ റീൽസിലൊക്കെ കണ്ടിട്ടുള്ള ആ പുറത്തുള്ള ആ സീറ്റിംഗ് ഏരിയയിലേക്കാണ് പോയത്. ശരിക്കും പുറത്ത് തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം, അവിടെയാണ് നല്ല രസം കാണാനായിട്ട്. ലൈറ്റും ഒക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അവിടെ ചെന്ന സമയം ഒരു വേലിയിറക്ക സമയമായിരുന്നേ. അപ്പൊ അവിടെ കടലൊക്കെ ഇങ്ങനെ പുറകോട്ട് ഇറങ്ങി കിടക്കുകയായിരുന്നു. ഞങ്ങൾ അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ കടൽ കയറി കയറി വരുന്ന നല്ല ഭംഗിയായിരുന്നു കേട്ടോ അവിടെ ഇരുന്ന് കാണാനായിട്ട്. പിന്നെ മാത്രമല്ല ഫുഡൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡും ആയിരുന്നു. പിന്നെ എല്ലാ തരം ഫുഡും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. മീന്, നല്ല നാടൻ ഫുഡുകൾ നമ്മൾ ഒത്തിരി അവിടെ അവരുടെ മെനു കാർഡിൽ ഞങ്ങൾ കണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ കഴിക്കാനായിട്ട് ഒരു സീ ബ്രീബിന്റെ ഒരു തവ ഫ്രൈയും പൊറോട്ട കിഴിയും പിന്നെ കുറച്ച് എന്താണ് നമ്മുടെ നെയ്പത്തലും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ അവിടുത്തെ ഏറ്റവും ഒരു ഹൈലൈറ്റ് ആയിട്ട് തോന്നിയെന്ന് വെച്ചാൽ ഫുഡിനൊക്കെ നല്ല റീസണബിൾ പ്രൈസും ആയിരുന്നു കേട്ടോ. ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഈ കടലിന്റെ ഒരു ഭംഗിയൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴേക്കും കുറച്ച് കഴിയുമ്പോൾ ഫുഡൊക്കെ കൊണ്ടുവന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കഴിച്ചത് ഫസ്റ്റ് പൊറോട്ട ആയിരുന്നേ. പൊറോട്ടേന്റെ കിഴി അങ്ങോട്ട് തുറന്നപ്പോഴേ ഭയങ്കര ഒരു മണമായിരുന്നേ. അപ്പൊ തന്നെ ഇത് നോക്കിക്കേ, ഈ ഏട്ട ഇതില് നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചാലും അടിപൊളി എന്നൊക്കെ പറഞ്ഞിട്ട് പിഴിഞ്ഞ് ഒഴിച്ചപ്പോ നല്ലതായിരുന്നു. അതൊക്കെ പിഴിഞ്ഞൊക്കെ ഒഴിച്ച് പിന്നെ ഞങ്ങൾ ഇതെല്ലാം ഒന്ന് കഴിച്ചു നോക്കി. ഓ, എന്തോ ഒരു ടേസ്റ്റ് ആയിരുന്നു അറിയാവോ. വായിൽ വെച്ചില്ലെങ്കിൽ അലിഞ്ഞു പോണ പോലെ ആയിരുന്നു ആ പൊറോട്ട ഇരുന്ന്. ഈ കിഴി പൊറോട്ടയ്ക്കുള്ളില് പ്രോൺസും കൂന്തലും ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നെ. അതുപോലെ തന്നെ ആ തവ ഗ്രിൽ ഫിഷ് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, നല്ല ഫ്രഷും ആയിരുന്നു. ഇതേ ഞാൻ കഴിക്കണ കണ്ടിട്ട് ചുമ്മാതായിട്ട് എന്നെ കളിയാക്കുകയാണ് കേട്ടോ അവിടെ ഇരുന്ന്. ഇതിപ്പോ സത്യമല്ലേ ഞാൻ പറഞ്ഞു, ഇത് നോക്കിക്കേ, ഈ മീനിന്റെ ഒരു അവസ്ഥ നോക്കിക്കേ. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലേ എത്ര ടേസ്റ്റ് ആയിരുന്നു എന്ന്. പിന്നെ ഒരു കുലുക്കി സർബത്ത് പൈനാപ്പിളും കുടിച്ച് ടേസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ബിൽ റേറ്റും വലിയ കൂടുതലായിട്ടൊന്നും തോന്നിയില്ല. അപ്പൊ ഈ ചെറിയ വ്ളോഗ് ഒന്ന് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ. ഡെസ്റ്റിനേഷൻ അപ്പൊ ആരും മറക്കണ്ട, ഫിജറയിലെ അൽ ഹമൂർ റെസ്റ്റോറന്റ്.